ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അസോർട്ടഡ് മിക്സഡ് വെജിറ്റബിൾ ഫ്രൈസ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന വെജിറ്റബിൾസ് ഒരു ക്യാരറ്റ്, ഒരു ബീട്രൂട്ട്, ഒരു പൊട്ടറ്റോ, ഒരു സ്വീറ്റ് പൊട്ടറ്റോ. ഇത് നന്നായി കഴുകിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എല്ലാ സ്കിന്നിനെ ഈ പീലർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത സ്വീറ്റ് പൊട്ടറ്റോ, ക്യാരറ്റ്, പൊട്ടറ്റോ ആൻഡ് ബീട്രൂട്ടാണിത്. നമുക്ക് വെള്ളമൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതിനെ ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കാം. ഇതുപോലെ കഷ്ണങ്ങളാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളർ കിട്ടാനായിട്ട് കുറച്ച് കുരുമുളക് പൊടി, ഇത് കുറച്ച് വെളുത്തുള്ളി പൊടിയാണ്. എല്ലാം പൗഡറായിട്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും, അപ്പോൾ അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ നല്ലോണം മിക്സ് ചെയ്യാം. ഒരു സ്പൂണ് എണ്ണ ചേർക്കാം. പിന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഇങ്ങനെ വയ്ക്കാം. നമുക്ക് ഈ അസോർട്ടഡ് വെജിറ്റബിൾ ഫ്രൈസ് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. തീരെ എണ്ണ ഉപയോഗിക്കേണ്ട. നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാം. നമുക്ക് ആദ്യമായിട്ട് ഈ പാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. അതിൻ്റെ മീതെ ഇതാ ഒരു ഗ്രില്ലുണ്ട്, അത് വെക്കണം. അതിൻ്റെ മീതേക്ക് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഇടുകയാണ്. അധികം കട്ട ഒന്ന് പരത്തില്ല. നമുക്ക് ഈ എയർ ഫ്രയർ ലിഡ്, അതുകൊണ്ട് നമുക്ക് ഇത് അടയ്ക്കാം. ഈ 5 പിന്നുകൾ, അല്ല 6 പിന്നിൻ്റെ സൈഡ് ഇവിടുത്തെ ഈ 6 മാർക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് ഫിറ്റായിട്ട് അടച്ചു. നമ്മൾ എയർ ഫ്രൈ എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്തു. ഇപ്പോൾ 20 മിനിറ്റ്സ് കാണിച്ചു. നമുക്ക് 15 മിനിറ്റേ വേണ്ടു. പിന്നെ 380 ഡിഗ്രി ഫാരൻഹീറ്റുമാണ് വേണ്ടത്. അപ്പോൾ 20 മിനിറ്റ്സ് എന്നുള്ളത് 15 ആകണമെങ്കിൽ നമ്മൾ ആദ്യം ടൈമർ ഓൺ ചെയ്യുക, എന്നിട്ട് അതിനെ മൈനസ് ചെയ്യുക. 180, 70, 60, 50 മിനിറ്റ്സ്. ഇനി ടെമ്പറേച്ചർ 380 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ അതിനെ ടെമ്പറേച്ചർ എന്നുള്ള 350 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നുള്ളത് അതിനെ പ്ലസ് ചെയ്തിട്ട് 380 ആക്കണം. 70, 75, 80 അങ്ങനെ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ഈ എയർ ഫ്രയർ ഉണ്ടല്ലോ, പല തരത്തിൽ കിട്ടും. ഇതിനകത്ത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുള്ളത് കിട്ടും. അത് കഴിയണത് ഉപയോഗിക്കാതിരിക്കാൻ നല്ലത്. ഞാൻ സ്റ്റീൽ കണ്ടെയ്നറാണ് ഉള്ളത്, അങ്ങനത്തെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തത്. പിന്നെ അതിനുള്ളിൽ ആ ഗ്രില്ലുണ്ട്, അതിൻ്റെ മുകളിലാണ് നമ്മളെല്ലാം കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്.
വളരെ ഈസിയാണ്. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് എണ്ണ കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ നല്ല സുഖമാണ്. പച്ചതിനേക്കാളും സുഖമല്ല. 15 മിനിറ്റിന്നത് 2 മിനിറ്റായി. ഇത് കാണിക്കുന്നത് ഇത് 15 മിനിറ്റ് കഴിഞ്ഞു. ഇത് കൂളിംഗ് ടൈമാണ്. കൂളിങ്. പക്ഷേ അതിനകത്ത് പാത്രങ്ങൾക്കൊക്കെ ഭയങ്കര ചൂടാണ്. നമുക്കിനി ഈ ലിഡ് തുറന്നു നോക്കാം. ലിഡ് തുറന്നു കഴിഞ്ഞാൽ എവിടെയും വെക്കരുത്, ഒരു ഗ്രില്ലുമ്മ തന്നെ വെക്കണം. നല്ല ചൂടാണ്. പാത്രത്തിന് നല്ല ചൂടുണ്ട്. ഇതുണ്ട്. ഇത് നമുക്ക് 3 മിനിറ്റും കൂടി വെക്കണം. അപ്പം അതിനെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം 3 മിനിറ്റും കൂടെ വയ്ക്കും. അപ്പം ഇളക്കിയിട്ടു. ഇനി നമുക്ക് ഇതിന് ഒരു 3 മിനിറ്റും കൂടെ വെക്കണം. ആദ്യം ലിഡ് അടച്ചു. 20 മിനിറ്റ്സ് നമുക്ക് മൈനസ് പ്രസ് ചെയ്തിട്ട് 3 മിനിറ്റ്സ് ആക്കണം. ടെമ്പറേച്ചർ പ്രസ് ചെയ്തിട്ട് അതിനെ 380 ആക്കണം. ടൈമർ പ്രസ് ചെയ്തിട്ട് അതിന് 3 ആക്കണം. 20-ലല്ലേ നിൽക്കണം. 3 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ലിഡ് എന്ന് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് തുറക്കാം. ഇത് തുറക്കണേക്കാൾ മുമ്പ് ഇതിൻ്റെ ഇലക്ട്രിസിറ്റി കണക്ഷനൊക്കെ വിടിപ്പിക്കാൻ നല്ലത്. നല്ലപോലെ സൂക്ഷിക്കണം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ലിഡ് തുറന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റേജ്. നന്നായി ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അസോർട്ടഡ് മിക്സഡ് വെജിറ്റബിൾ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് ക്രിസ്പിയാണ്, എന്നാൽ ആവശ്യത്തിന് സോഫ്റ്റാണ്. നന്നായി വെന്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം.